നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺകുമാർ. ഞാൻ ഡോക്ടർ കെ എം ചെറിയൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജനാണ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഡേ ടു ഡേ ലൈഫിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില സിംറ്റംസ് എങ്ങനെയാണ് മിസ്സായി പോയി നമ്മൾ ട്രബിളിൽ ലാൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും കോമൺ ആയിട്ടാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാസ് അസിഡിറ്റി മാത്രമാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ചിലപ്പോൾ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് പിത്താശയ കല്ലുകൾ കൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ പിത്താശയ കല്ലുകൾ കണ്ടുപിടിക്കുന്നത് സാധാരണ വയറുവേദനയായിട്ട് ചെല്ലുമ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുന്നു, അതിൽ പിത്താശയ കല്ലുകളുണ്ട് എന്നറിയുന്നു. ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതിന് സർജറി വേണോ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് സർജറി വേണ്ട, അല്ലെങ്കിൽ ഇത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ ഗോൾ സ്റ്റോൺസ് പിത്തസഞ്ചി എന്ന് പറയുന്ന ഒരു 100-150 ml പിത്തം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവയവം മാത്രമാണ്. അപ്പോൾ കരളിൽ നിന്ന് വരുന്ന പിത്തത്തിൽ ഒരു 100-150 ml അതിൽ സ്റ്റോർ ചെയ്യും. ആ പിത്തസഞ്ചിയിലാണ് കല്ലുകൾ ഫോം ചെയ്യുന്നത്. ആ കല്ലുകൾ ഒന്നെങ്കിൽ അവിടെ കിടന്ന് പിത്തസഞ്ചിയെ ബ്ലോക്ക് ചെയ്ത് പൊട്ടാനും ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകളുണ്ട്. കല്ലുകൾ താഴോട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ നാളിയിലേക്ക്, പിത്തത്തിൻ്റെ മെയിൻ കുഴലിലേക്ക് ഇറങ്ങിപ്പോയി ബ്ലോക്ക് ചെയ്ത് ജോണ്ടിസ് ഉണ്ടാക്കാൻ, മഞ്ഞപ്പിത്തം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. കല്ല് വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോയാൽ പാൻക്രിയാസിൻ്റെ കുഴലിനെ ബ്ലോക്ക് ചെയ്തിട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വന്നിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ വേദന വന്നിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും പിത്തസഞ്ചി റിമൂവ് ചെയ്യേണ്ടതാണ്. അത് ഇന്ന് ലാപ്രോസ്കോപ്പി വഴിയായിട്ട് നമുക്ക് വളരെ കോമൺ ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം 2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുന്ന ഒരു ശസ്ത്രക്രിയ. അതിലൂടെ നമുക്ക് ഈ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഗ്യാസ് എന്ന് വെച്ച് വെറുതെ തള്ളിക്കളയരുത്. അതിൻ്റെ പിന്നിൽ ഇത്രയധികം പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്.